അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പെരുന്നാൾ ഡ്രസ്സ്. ഇന്ന് നമ്മൾ രണ്ടുപേരും ഒരേപോലെ അങ്ങ് എടുത്ത്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെന്തിനാ ഈ മാങ്ങുന്നെന്ന്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കാൻ നേരത്ത് ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ വാപ്പ പറഞ്ഞു ഒന്നും ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാതെ പാതി ഞാനങ്ങ് ഇറങ്ങി നിന്ന്. അപ്പോഴത്തേക്കും വാപ്പ സെറൊന്നും പറഞ്ഞ് വണ്ടി അങ്ങ് വിട്ടു. ഞാൻ വിചാരിച്ച് ഇവരും കൂടെ ഇറങ്ങുമെന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങി നിന്നപ്പം വാപ്പ വണ്ടി അങ്ങ് വിട്ടു. ഇവർ അങ്ങനെ ഗൈസ് ഞാൻ ഇവരെ പിറകെ പോകാൻ നേരത്ത് ഞാൻ എൻ്റെ കാലൊന്ന് ജസ്റ്റ് പൊറിഞ്ഞു. ഇതൊന്നുമല്ല, എൻ്റെ കാലിൻ്റെ വേദനയായിട്ട് ഞാൻ സഹിക്കാം കളഞ്ഞിട്ട് പോയതാ ഗൈസ്, സഹിക്കാൻ പറ്റാത്തത്. അങ്ങനെ പിന്നെ ഒരു കടയിൽ കയറി എനിക്ക് ബാൻഡേജൊക്കെ മേടിച്ച് തന്നു. അങ്ങനെ ഞാൻ അതൊക്കെ ഒട്ടിച്ചപ്പോൾ എനിക്ക് പിന്നെ അങ്ങ് പിണക്കമായിരുന്നു. അങ്ങനെ വാപ്പ എനിക്ക് സോപ്പിടാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം മേടിച്ചെന്ന്. ഇതിലൊന്നും ഞാൻ ഒതുങ്ങത്തില്ല മക്കളെ, എൻ്റെ ചെരുപ്പ് പൊട്ടി, എനിക്ക് പുതിയ ചെരുപ്പ് വേണമെന്ന് വരെ ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ വാപ്പ എനിക്ക് ചെരുപ്പും മേടിച്ചെന്ന്. അങ്ങനെ എനിക്കൊരു വെള്ളവും മേടിച്ചെന്ന്. വെള്ളം മേടിച്ചെന്നല്ല, നമ്മൾ ദാഹിച്ചപ്പോൾ ഒരു വെള്ളവും കുടിച്ച്. പിന്നെ ഇതിലൊക്കെ ഞാൻ ഒതുങ്ങുമോ? ഇല്ല, എനിക്ക് ഇനിയും വേണമെന്ന് പറയാം. എൻ്റെ പിണക്കം മാറാൻ എനിക്ക് ഇനിയും വേണം ഒരു ഷാർജ എന്ന് പറഞ്ഞപ്പം എനിക്ക് ഷാർജയും മേടിച്ച് തന്നു. പിന്നെ എൻ്റെ ഉമ്മ ആ കടയിൽ നിന്ന് ഒരു ഗ്ലാസും പൊട്ടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ നടക്കുകയാണ്. വിചാരിക്കാൻ വണ്ടി വന്നിട്ട് എന്താ നടന്നു പോണേന്ന്. നമ്മുടെ വാപ്പ നമ്മളെ ചതിച്ചു ഗേസ്. നമ്മളെ ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ ഇറക്കിയിട്ട് ഒരപ്പുറത്ത് വരെ പോയിരുന്നു. അപ്പം നമ്മളിവിടെ നടന്നു വരേണ്ട അവസ്ഥയായപ്പോൾ കുറച്ച് താമസിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ നടക്കുകയാണ്. ഏകദേശം വീടെത്താനായിട്ടുണ്ട്. നടക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ദിവസങ്ങളിലും ഈ ദിവസം